അപ്പം പ്രകടമായൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആയുർവേദ മരുന്നും ഹോമിയോ അലോപ്പതി മരുന്നും പ്രകടമായ വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതി മരുന്നിൽ ഒരു ലീഡ് കോമ്പൗണ്ട് ഉണ്ടാവും. ഒരു ലീഡ് കോമ്പൗണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ലീഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവുക. ഉദാഹരണം പറഞ്ഞാൽ പനിക്ക് പാരസെറ്റമോൾ കൊടുക്കുന്നു. അതിൽ പാരസെറ്റമോൾ എന്ന് പറയുന്ന അതിലുള്ള ഒരു ലീഡ് കോമ്പൗണ്ട് ഉണ്ട്. അത് വളരെ പവർഫുൾ ആയിരിക്കും. ആ പവർഫുള്ളായിട്ടുള്ള ആ കോമ്പൗണ്ടിന് ഒരു പ്രത്യേക ആക്ഷൻ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് അത് ബോഡിയിൽ അത് ചെയ്ത് അത് തീർത്ത് അതിങ്ങ് വരും. അത് എത്രയും പെട്ടെന്ന് നിൻ്റെ ശരീരത്തിൽ നിന്ന് അതിന് പുറത്ത് പോവുകയും വേണം, മൊത്തത്തിലൂടെ പോവുകയും വേണം. ഇത്തരത്തിൽ ലീഡ് കോമ്പൗണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സയൻസാണ് അലോപ്പതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ക്വിക്ക് ആക്ഷനാണ്. അപ്പോൾ അതതിൻ്റെ മേന്മയാണ്, എന്നാൽ അതിൻ്റെ കോട്ടവും അത് തന്നെയാണ്. കാരണം കോട്ടമാവുന്നത് എങ്ങനെയാണെന്ന് മേന്മ പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. അതിന് കൃത്യമായൊരു ഡോസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ആ ഡോസ് മാറിയാൽ അത് ഹാംഫുള്ളാണ്. ഒന്നാമത്തെ കാര്യം, അല്പം മാറ്റം വന്നാൽ. ഇത് തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്നത് നന്നാവില്ല. കാരണം ഇത്തരത്തിലുള്ള ലീഡ് കോമ്പൗണ്ട്സിനെ ഒന്നും തന്നെ നമ്മുടെ ശരീരം കൈ നീട്ടി സ്വീകരിക്കില്ല. നമ്മുടെ ശരീരം കൈ നീട്ടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ആരാണ് സ്വീകരിക്കുന്ന ആൾ? നമ്മുടെ ശരീരത്തിൽ നമ്മളൊരു മരുന്ന് കഴിച്ചാൽ ആദ്യം സ്വീകരിക്കുക ആരാ? ലിവർ, കരളിൻ്റെ ഒരു മനോഭാവമുണ്ട്. കരളിൻ്റെ മനോഭാവം എന്താണെന്ന് അറിയാവോ? കരൾ ശരീരത്തിന് ഏതെങ്കിലും രീതിയിൽ ഹാനികരമായിട്ടുള്ള ഒരു സാധനത്തിനെയും അടുപ്പിക്കില്ല. പകരം അതെന്താ ചെയ്യുക? ആ ഹാനികരമായതിനെ അതങ്ങ് വിഴുങ്ങും. എന്നിട്ട് അത് ശരീരത്തിലേക്ക് ഒരു തരത്തിലും കടത്തിവിടില്ല. അപ്പം നിങ്ങൾ കഴിക്കുന്ന ഏത് മരുന്നിൻ്റെയും ഒരു നിശ്ചിത ഡോസ് ആദ്യം കരൾ വിഴുങ്ങും. എന്നിട്ട് കരളിൻ്റെ വിഴുങ്ങുന്നതിൻ്റെ കപ്പാസിറ്റിക്ക് അപ്പുറം ഒരു ഡോസ് ആണ് നിങ്ങൾക്ക് മരുന്നിൻ്റെ ഡോസായിട്ട് തരുന്നത്. അതാണ് എന്ത് പറയുന്നത്, രക്തത്തിലേക്ക് കടന്നിട്ട് അത് ഈ പറഞ്ഞ പണി ചെയ്യുന്നത്. അതിനാണ് പറയുക ഫസ്റ്റ് പാസ് എഫക്റ്റ് എന്നാണ് അതിന് പറയുക. സത്യത്തിൽ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദ മരുന്നുകൾക്ക് ഇത്തരത്തിലുള്ള ലീഡ് കോമ്പൗണ്ട്സ് ഇല്ല. ഇപ്പോൾ ദശമൂലാശത്തിൽ ഏതാണ്ട് 60ഓളം മരുന്നുകളുണ്ട്. ച്യവനപ്രാശം എടുത്താലും ഉണ്ടാവും ഇതേപോലെ. ഇങ്ങനെ ഒരുപാട് മരുന്നുകൾ ഉണ്ട്, ഒരു സിംഗിൾ ലീഡ് കോമ്പൗണ്ട്സ് അല്ല. അത് തന്നെ ഈ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചില മരുന്നുകൾ ഇപ്പം വയറ്റിന് പോകുന്നില്ല. അപ്പം വയറ്റിന് കോൺസ്റ്റിപ്പേഷന് കൊടുക്കുന്ന ഒരു ഗന്ധർവസ്ഥാദി കഷായത്തിലുള്ള എല്ലാ മരുന്നുകളും വയറിനെ പ്രൊമോട്ട് ചെയ്യുന്നതല്ല. അതിനെ എതിരായിട്ടുള്ള ആക്ഷനുള്ള ചില മരുന്നുകളും അതിനകത്തുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ തന്നെ ഒരു മരുന്നിൽ തന്നെ ഒരുപാട് ചേരുവകളുണ്ട്. ഇനി ഒരു ചേരുവയിൽ തന്നെ ചിലപ്പോൾ 200-300 ലീഡ് കോമ്പൗണ്ട്സ് ഉണ്ടാവും. ഞാൻ പറഞ്ഞത് അത്ര അധികം വരുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ തുച്ഛമാണ്. പിന്നെ മാത്രമല്ല ഈ ലീഡ് കോമ്പൗണ്ട്സ് ആസ് സച്ച് അങ്ങനെയല്ല കൊടുക്കുന്നത്. അത് ചിലപ്പോൾ ഒരു പൗഡർ ഫോമിലോ ഒക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ പൗഡർ ഫോമിലോ കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ മഞ്ഞൾ ഔഷധം കൂടിയാണല്ലോ. മഞ്ഞൾ നമ്മൾ കറിയിലും ചേരുന്നതാണ്. അപ്പോൾ നമ്മളത് ലിവറിലേക്ക് എത്തുന്ന സമയത്ത് അത്തരം ഒരു കോമ്പൗണ്ടിനെ ലിവർ നമ്മളെ സ്വന്തം ആളായിട്ടാണ് സ്വീകരിക്കുക. അവിടെ എന്താക്കുന്നില്ല, ഇത് നമ്മൾ പുറത്താക്കേണ്ട ഒരാളാണ് എന്നുള്ള നിലയ്ക്ക് അല്ല എടുക്കുന്നത്. അതാണ് ആയുർവേദ മരുന്നുകൾക്ക് പാർശ്വഫലങ്ങളില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. പക്ഷേ അതിൻ്റെ കോട്ട എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ ഒരു വളരെ ക്വിക്കായിട്ടുള്ള ആക്ഷൻ പലപ്പോഴും കമ്പാരിറ്റീവ്ലി നമുക്ക് പലപ്പോഴും കിട്ടുന്നില്ല. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും? ആയുർവേദം ഉപയോഗിക്കാവുന്ന സാഹചര്യത്തിൽ ആയുർവേദം ഉപയോഗിക്കുക. അപ്പം നിങ്ങൾക്ക് വളരെ വളരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യേണ്ട ഒരു ഇൻഫെക്ഷൻ ആണെന്ന് വിചാരിക്കുക. അത് അവിടെ ഒരു പക്ഷേ അലോപ്പതി ആയിരിക്കാം നല്ലത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് കൂടെ ഇങ്ങനെ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ പ്രശ്നം എന്താണ്? അവിടെ നമ്മുടെ പ്രതിരോധ ശേഷിയാണ് അവിടെ കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ ആയുർവേദ മരുന്ന് ഉപയോഗിക്കാം. ഇത് ഏതാണ് വേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ സാധനം കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്താൽ ഒരു പ്രശ്നവും ഇല്ല. വെറുതെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക വഴക്കടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇപ്പോൾ ഞാൻ ആയുർവേദ ഡോക്ടറാണ് എന്ന് കരുതിയിട്ട് എനിക്കൊരു അത്യാഹിതം വന്നാൽ എനിക്ക് മിംസിൽ പോകണ്ടെന്നോ ബേബിയിൽ പോകണ്ടെന്നോ എനിക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. അതേസമയത്ത് ഒരു ഈ ഫ്രാക്ചർ 2 രീതിയിലും മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഫ്രാക്ചർ കൈകാര്യം ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഒരു എല്ല് 2ആയി പൊട്ടിയെന്ന് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഞാൻ കൈകാര്യം ചെയ്യാറുണ്ട്. ഇപ്പോൾ കൈയിൻ്റെ കോളിസ് ഫ്രാക്ചർ എന്ന് പറഞ്ഞാൽ ധാരാളം കേസുകൂടെ വരാറുണ്ട്. എന്നാൽ അതേത് തന്നെ
പലപ്പോഴും ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുങ്ങിപ്പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എടുക്കാറില്ല. അവിടെ അത് ഓപ്പൺ സർജറി ചെയ്ത് ഫിക്സ് ചെയ്യണം. ഇതാണ് വ്യത്യാസം. ഓക്കെ. അപ്പം ഇതേപോലെ തന്നെ ഇപ്പം പൈൽസിൻ്റെ കേസിലാണെങ്കിലും ഞാൻ പൈൽസിന് ട്രീറ്റ് ചെയ്യാറുണ്ട്. പൈൽസിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഓരോ സ്റ്റേജിനനുസരിച്ചാണ്. ഇപ്പം എല്ലാത്തിനും ഇപ്പം പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒറ്റമൂലി ചികിത്സകൾ ഭയങ്കര അപകടം പിടിച്ചൊരു പരിപാടിയാണ്. ഇത് സത്യത്തിൽ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്ക് തന്ന അവസരം ഞാൻ ദുരുപയോഗപ്പെടുത്താൻ തോന്നരുത്. കുഴപ്പമില്ലല്ലോ. എത്ര സമയം എടുക്കാൻ നിങ്ങൾ പറഞ്ഞാൽ മതി. 5 മിനിറ്റ് കൂടി. ഓക്കെ. അതായത് ഈ ഒറ്റമൂലി ചികിത്സയെ പലരും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാരണം അത് അവരുടെ ഉദ്ദേശം നല്ലതാണ്. കാരണം ചെലവ് കുറഞ്ഞതാവില്ലേ, അല്ലേ? ചെലവ് കുറഞ്ഞതാവില്ലേ, പെട്ടെന്ന് മാറുന്നുണ്ടെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ പല ഈ ഔഷധങ്ങളും ഈ ജ്യൂസുകളാക്കിയിട്ട് ആ പച്ചമരുന്നല്ലേ എന്ന് കരുതിയിട്ട് അത് ജ്യൂസാക്കി സ്ഥിരമായി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. എന്തിന്? നെല്ലിക്കയുടെ കാര്യം എടുത്താൽ മതി. നെല്ലിക്ക ഏറ്റവും നല്ല ഒരു ഔഷധമാണ്, അല്ലേ? ഈ നല്ലതാണ് എന്ന് പറയുന്നതിനെ പോലും നമ്മൾ ഈ ജ്യൂസാക്കിയിട്ട് ദീർഘകാലം ഉപയോഗിക്കുന്നത് നല്ലതല്ല. അത് മനസ്സിലാക്കണം. അത് ഒരു പക്ഷേ നിങ്ങളുടെ അവയവങ്ങൾക്ക് ചിലപ്പം തകരാറുണ്ടാക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പല വിധത്തിലുള്ള ഔഷധങ്ങളുണ്ട്. ഗുളികകളുണ്ട്, പൊടികളുണ്ട്, കഷായമുണ്ട്, അരിഷ്ടമുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള ഔഷധങ്ങളിൽ പെട്ട ഒന്ന് തന്നെയാണ് എന്ത്? ഈ ജ്യൂസ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വ്യത്യസ്തമായ ഈ ഫോർമുലേഷനുകളിൽ ഏറ്റവും ശക്തി കൂടിയ ഫോർമുലേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണെന്നറിയോ? അത് ജ്യൂസാണ്. ആ ജ്യൂസ് അത് ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ നല്ലതാണ് എന്ന് കരുതിയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണം പോലെ ഉപയോഗിക്കാൻ ഒരു ആയുർവേദ ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ട് അതിനൊരു തകരാറ് വന്നാൽ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ദുഷ്പേര് ദയവ് ചെയ്ത് ആയുർവേദത്തിൻ്റെ തലയിൽ കെട്ടിവെക്കരുത്. അധികമായാൽ അമൃതവും വിഷമാണ്. അപ്പം എപ്പോഴും വേണ്ടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കേണ്ടതിന് ആഹാരമായിട്ട് ഉപയോഗിക്കുക, ഔഷധമായിട്ട് ഉപയോഗിക്കേണ്ടതിന് ഔഷധമായിട്ട് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ രസപ്രധാനമാണ് ആഹാരം, ഔഷധവും വീര്യപ്രധാനമാണ് ഔഷധം. അപ്പോൾ വീര്യം കൂടിയ സാധനങ്ങളെ നമ്മൾ അതിൻ്റെ നിശ്ചിതമായ അളവിലും നിശ്ചിതമായ കാലയളവിലും മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. അത് ആഹാരമായിട്ട് പോകരുത്. ഓക്കെ. പൈൽസിനാണെങ്കിൽ ഞാനിത് പറയാനുള്ള കാരണം വെച്ചാൽ പൈൽസിന് ഒറ്റമൂലി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ചികിത്സകളുണ്ട്. അങ്ങനെയൊന്നും അല്ല ആയുർവേദം പറയുന്നത്. അത് ശരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സ്റ്റേജുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 4 സ്റ്റേജുണ്ട് പൈൽസിന്. ഈ ഏത് സ്റ്റേജാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ സ്റ്റേജിനാണ് ചികിത്സ. സ്റ്റേജ് 1 ഒരിക്കലും രോഗി ഡോക്ടറെ അടുത്ത് വരാറില്ല. കാരണം എന്താ? ആ സമയത്ത് പ്രത്യേകിച്ച് ലക്ഷണമൊന്നും ഉണ്ടാവില്ല. ആകെപ്പാടെ ഉണ്ടെങ്കിൽ തന്നെ ഇടയ്ക്കൊരു മലബന്ധം ഉണ്ടാവും, എന്നാൽ വലിയ കുഴപ്പമില്ല. അത്രയേ ഉള്ളൂ, അത്രയേ ഉണ്ടാവുള്ളൂ. പലപ്പോഴും കൂടി വന്നാൽ ചിലപ്പോൾ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ അവിടെ തോന്നും. ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനാരും ഡോക്ടറെ അടുത്ത് പോവുമോ? പക്ഷേ സ്റ്റേജ് 1 ആണ്. അത് ഡോക്ടർക്ക് ആ ഉള്ളു നോക്കിയാൽ മനസ്സിലാവും. എന്താ പരിശോധന? അതിന് ലാബിലല്ല പരിശോധന, പ്രോക്ടോസ്കോപ്പി എന്ന് പറയും. അത് നമുക്ക് അതിന് വലിയ ആശുപത്രിയിൽ അഡ്മിറ്റ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചെയ്യാറുണ്ട്. അത് നമ്മൾ ഇങ്ങനെ കിടത്തിയിട്ട് ഒരു പ്രോക്ടോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു കുഴലിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ നോക്കുന്നതാണ്. അതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം എത്ര പൈൽസ് ഉണ്ട്. അത് ഉള്ളിലാണ് ഉണ്ടാവുക, പുറത്തേക്ക് ഉണ്ടാവുകയേ ചെയ്യില്ല. എല്ലാവരും അതാ പറയുക, പുറത്ത് എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ? ഇത് പുറത്ത് പറയാനും മടിയാണ് എല്ലാവർക്കും, പുറത്ത് പറയൂല. അപ്പം അങ്ങനത്തെ ഒരു അസുഖം കൂടിയാണ്. ഇനി ഡോക്ടർ തന്നെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനത്തെ സുഖമൊന്നുമില്ല എന്നാ പറയുക. അതാണൊരു കാഴ്ചപ്പാട്. ഇനി സെക്കൻഡ് സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അല്പം കൂടി വലിപ്പം വെച്ചു. അപ്പോഴും ആൾ പുറത്തേക്ക് വരുന്നിട്ടില്ല കേട്ടോ. സെക്കൻഡ് സ്റ്റേജിലും ആൾ പുറത്തേക്ക് വന്നിട്ടില്ല. തേർഡ് സ്റ്റേജ് ആകുമ്പോഴേക്കാണ് മിക്കവാറും ഇവൻ പുറത്തേക്കൊക്കെ വന്നു തുടങ്ങുക. അപ്പോഴത്തേക്ക് മരുന്ന് മാത്രം പോരാ. അവിടെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഈ പൈൽസിന്. ഞാൻ ചെയ്യുന്നത് അത് മരുന്നും എൻ്റെ കൂടെ അതിങ്ങ് എടുത്ത് കളയാൻ പറ്റും. അതിനൊരു മെത്തേഡ് ഉണ്ട്. ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് പെയിൻ ഇല്ലാത്ത രീതിയിൽ അതിനൊരു ഒരു ലിഗേറ്റ് ചെയ്യാൻ പറ്റും. അതൊരു ഒരാഴ്ച കൊണ്ട് സംഭവം ഇങ്ങനെ എന്താ പറയുക, പഴുത്ത മുന്തിരി ഉണക്കമുന്തിരിയായി ചുരുങ്ങി ചപ്പി പോകുന്ന പോലെ അതങ്ങ് പോവും. അതോടൊപ്പം മരുന്ന് കഴിക്കുകയും ചെയ്യാം. ഇതാണ് മാസങ്ങൾ. ഇതാണ് ഇതിൻ്റെ ഒരു ചികിത്സാ രീതി.
അപ്പോൾ ഇതൊക്കെ ഞാനിത് പറഞ്ഞത്, നമ്മൾ ആയുർവേദം എന്താണെന്ന് ആളുകൾക്ക് വലിയൊരു ധാരണയൊന്നുമില്ല. എന്തൊക്കെയോ ആണ്, ആർക്കൊക്കെയോ മാറുന്നുണ്ട്. പിന്നെ ചിലർ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില പ്രയോഗങ്ങളാണ്, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് എന്നുള്ളതാണ്. ഇതൊന്നുമല്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ നമ്മൾ ആദ്യം ശരീരത്തെക്കുറിച്ച് പഠിക്കണം. അതിന് ആയുർവേദത്തിന് എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നതെന്ന് പഠിക്കണം, ഡയഗ്നോസിസ് പഠിക്കണം, എന്നിട്ടാണ് മരുന്ന്. കാരണം എന്താണ് പറയുന്നത്, രോഗമാദോ പരീക്ഷേത തതോ അനന്തരം ഔഷധം അഭ്യൗഷധ വിധാന തസ്യ സിദ്ധർ എതിർച്ചയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ആദ്യം ഡയഗ്നോസിസ്, ദെൻ ട്രീറ്റ്മെൻറ്റ്. ഇനി ഇങ്ങനെ ചെയ്യാതെ ഡയഗ്നോസിസ് ഇല്ലാതെ ട്രീറ്റ് ചെയ്താൽ ചിലപ്പം മാറും, ചിലപ്പോൾ മാറിയേക്കാം. എങ്ങനെ? ചക്ക വീണാലും അതിൽ ചാവും, പക്ഷെ എപ്പോഴും ചത്തോളണമെന്നില്ല.